മുകുന്ദേട്ടൻ എന്ന ചതുരാക്ഷരി. പി മുകുന്ദൻ എന്നധികം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ ഔപചാരികമായി അങ്ങനെ പറയുമെങ്കിലും പി മുകുന്ദൻ അറിയപ്പെടുന്നത് മുകുന്ദേട്ടൻ എന്നാണ്. ഞങ്ങൾ കണ്ണൂരുകാർ ഒരല്പം കണ്ണൂർ ശൈലിയിൽ മുകുന്ദാട്ടൻ എന്നും പറയും. മുകുന്ദാട്ടൻ അങ്ങനെയാണ് പറയുക. എന്തായാലും ആ ഒരു പ്രയോഗത്തിലൂടെ ആവിഷ്കൃതമാകുന്ന വ്യക്തിത്വം ശ്രീ രമേശ് ജി ഇവിടെ വരച്ച് കാട്ടി. എങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ മണത്തണയിൽ ജനിച്ചു വളർന്ന പി മുകുന്ദൻ മുകുന്ദേട്ടനായത് എന്നദ്ദേഹം സൂചിപ്പിച്ചു നമ്മുടെ മുമ്പിൽ. ആദ്യമൊക്കെ ഈ പേര് മാത്രമാണ് കേട്ടിരുന്നത്. മുകുന്ദേട്ടൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ മുകുന്ദാട്ടൻ. അതിനോടൊപ്പം ചേർത്ത് എല്ലാവർക്കിടയിലും പ്രചാരത്തിലുണ്ടായിരുന്ന കുറേയധികം കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരാരാധനയാണ് തോന്നിയത് ആദ്യമൊക്കെ മനസ്സിൽ. ആളെ കണ്ടിട്ടില്ല. മുകുന്ദേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത് 1986 കേരളത്തിൽ ഹിന്ദു സംഗമം എന്ന പേരിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു വലിയ പരിപാടി കണ്ണൂരിലും തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഹിന്ദു സംഗമത്തിൻ്റെ മുഖ്യ സംഘാടകൻ മുകുന്ദേട്ടനായിരുന്നു. അവിടെ വിഭാഗ് പ്രചാരകമായിരുന്നു അദ്ദേഹം. ഈ ഹിന്ദു സംഗമം നടക്കുന്ന തീയതിക്ക് തൊട്ട് മുമ്പുള്ള ദിവസം ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ സാധാരണ നിലയ്ക്ക് സ്വയംസേവകർ സംഘപ്രവർത്തകരൊക്കെ ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ രാത്രി തങ്ങണമെങ്കിൽ സംഘത്തിൻ്റെ കാര്യാലയം അതാണ് തിരഞ്ഞെടുക്കുക. അപ്പം അതുകൊണ്ട് തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതാൻ പോകേണ്ടി വന്ന സമയത്ത് കണ്ണൂരിലെ സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കൾ താമസിക്കാനൊരിടം എന്ന നിലയ്ക്ക് നിർദ്ദേശിച്ചത് സംഘത്തിൻ്റെ കാര്യാലയമായിരുന്നു. മുകുന്ദേട്ടൻ്റെ പേരിൽ എഴുതിയ ഒരു കത്തുമായിട്ടാണ് ഞാൻ പോയത്. കാര്യാലയത്തിൽ ആരുമില്ല. കാരണം തൊട്ടടുത്ത ദിവസം ഹിന്ദു സംഗമം എന്ന വലിയൊരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു. അപ്പം എല്ലാവരും സ്വാഗത സംഘം കാര്യാലയത്തിലാണ് ഉള്ളത്. ഞാൻ അന്വേഷിച്ച് അവിടെ ചെന്നു. ആരാണ് ഈ മുകുന്ദേട്ടൻ എന്നിങ്ങനെ ആൾക്കൂട്ടത്തിൽ നിറയെ ആൾക്കാരായിരുന്നു. സംഘാടക സമിതിയിൽപ്പെട്ടവരും കാര്യകർത്താക്കളും ഒക്കെയുള്ള വലിയൊരു ആൾക്കൂട്ടമായിരുന്നു സ്വാഗത സംഘം കാര്യാലയത്തിൽ ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഈ മുകുന്ദേട്ടനെ തിരഞ്ഞു പിടിക്കുക എന്നുള്ളത് വലിയ സാഹസമായിരുന്നു. നേരത്തെ രമേശ് സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പും DP-യും പ്രൊഫൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ. അതുകൊണ്ട് മുഖം തിരിച്ചറിയാൻ കുറച്ച് പ്രയാസപ്പെട്ടു. ചോദിച്ച് മുകുന്ദേട്ടൻ്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹം ആരോട് വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സംസാരിക്കുന്നതിനിടയിൽ എന്നെപ്പോലെ ഒരാളെ കണ്ടപ്പോൾ മെല്ലെ അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ ചുമലിലേക്ക് വന്ന് വീണു. ഒരല്പം ഞാനൊന്ന് താണു. ഞാൻ മുകുന്ദേട്ട എന്ന് വിളിച്ചു. എന്നെ ഒന്ന് നോക്കി. പിന്നെ വീണ്ടും സംസാരത്തിൽ മുഴുകുകയാണ്. 2-3 വട്ടം മുകുന്ദേട്ട നീ മെല്ലെ പതുക്കെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ച് തൊട്ടടുത്തുള്ള മറ്റൊരു കാര്യകർത്താവിൻ്റെ കൈ എന്നോടൊപ്പം ചേർത്ത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം എന്നെ വിടുകയാണ്. അത്യന്തം ഗൗരവമുള്ള നാളെ നടക്കാൻ പോകുന്നൊരു മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്നതിനിടയിലും ഒരുപക്ഷെ എന്നെയും മുകുന്ദേട്ടന് മുഖപരിചയമില്ല ആ സമയത്ത്. ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ മറ്റൊരാളുടെ കയ്യിലേക്ക് എന്നെ പിടിച്ചേൽപ്പിക്കുകയാണ് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാൻ. എനിക്ക് മനസ്സിലായി അവിടെ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത് എന്ന ചോദ്യമൊക്കെ ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം നിലയ്ക്ക് ഒരിടം കണ്ടെത്തുകയായിരുന്നു. അതാണ് മുകുന്ദേട്ടനെ ആദ്യമായി ഞാൻ കാണുന്ന ഒരു അവസരം. അപ്പോൾ ഈ തിരക്കിനിടയിലും ഏത് കാര്യവും എന്താണ് നാളെ നടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ വ്യക്തത വരുത്താൻ സമീപിക്കുന്ന ഒരാൾ. ഈ തിരക്കിനിടയിലും മുഖപരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ എന്തോ അയാൾക്ക് വേണം എന്ന് മനസ്സിലാക്കുകയും അതവിടെയുള്ളൊരു കാര്യകർത്താവിനെ കൈപിടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു
മനസ്സിൻ്റെ മുമ്പിൽ നമിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. സംഘത്തിൻ്റെ ശിബിരങ്ങളിൽ മുകുന്ദേട്ടൻ പലപ്പോഴും വ്യവസ്ഥാ പ്രമുഖ് എന്ന ചുമതലയിലാണ് മുകുന്ദേട്ടൻ ഉണ്ടാവുക. വ്യവസ്ഥാ കുശലത എന്ന വിഷയമാണ് ഞാൻ പങ്കെടുത്ത സംഘശിക്ഷ വർഗിൽ പരിശീലന ശിബിരത്തിൽ മുകുന്ദേട്ടൻ്റെ പ്രഭാഷണ വിഷയം. വ്യവസ്ഥാ കുശലത എന്നതായിരുന്നു. എങ്ങനെയായിരിക്കണം ഒരു സംഘകാര്യകർത്താവ് വ്യവസ്ഥകളെ സമീപിക്കേണ്ടത്, അത് സംഘത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനം മുതൽ അഖില ഭാരതീയ പ്രതിനിധി സഭ എന്ന വലിയ പരിപാടി വരെയുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി എങ്ങനെയായിരിക്കണം ഒരു കാര്യകർത്താവിന് വ്യവസ്ഥയിൽ കൗശലമുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നൊരു പ്രഭാഷണമായിരുന്നു. അതിൽ ഒരുപക്ഷെ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വലിയ കൗതുകം തോന്നില്ല. മുകുന്ദേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുമ്പോൾ അങ്ങനെ അല്ലാത്തവർക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാവും. മുകുന്ദേട്ടൻ പറഞ്ഞു, നമ്മൾ സംഘസ്ഥാനിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാൾ ഒരു അയല് കെട്ടിയിട്ട് കാണും. അതെന്തിനാണ് എന്നാരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. അവിടെ വരുന്ന ആളുകൾ അവർ ചുറ്റിയിരിക്കുന്ന മുണ്ട്, ഒന്നുകിൽ കാവ്യമുണ്ട്, അല്ലെങ്കിൽ കള്ളിലുങ്കി, അല്ലെങ്കിൽ മറ്റു മുണ്ട് ഒക്കെ ധരിച്ചു വരുന്ന ആൾ അത് കഴിച്ച് ആ അയലുമേലിടും. അടിയിൽ ട്രൗസർ ഉണ്ടാവും. അപ്പോൾ വെറുതെ ഞാത്തിയിടുകയല്ല, മറിച്ച് അത് ഓരോ മടക്കായി മടക്കി ഭംഗിയായി ആ അയലിൻ്റെ മുകളിൽ തൂക്കിയിടും. പാദരക്ഷയുണ്ടെങ്കിൽ അയലിൻ്റെ തൊട്ടു കീഴെ ഒരു വര വരച്ചിട്ടുണ്ടാവും, അവിടെ പാദരക്ഷ അഴിച്ചു വയ്ക്കും. ആ പാദരക്ഷകൾ ഓരോന്നും ക്രമമായി മനോഹരമായി അടുക്കി വയ്ക്കും. എന്നിട്ട് സംഘസ്ഥാനിനുള്ളിൽ പ്രവേശിച്ച് ചപ്പു ചവറുകളെല്ലാം പെറുക്കി ദൂരേക്ക് കളയും. മുകുന്ദേട്ടൻ പറഞ്ഞു തന്നത് ഈ സംഘസ്ഥാനിൻ്റെ പവിത്രതയ്ക്ക് ഭംഗമാണെന്ന് കരുതുന്ന ഉണങ്ങിയ ഇലകളും മറ്റ് ചപ്പ് ചവറുകളുമെല്ലാം പെറുക്കി കളയുക എന്നതിലൂടെ വലിയൊരു മനഃപരിവർത്തനം നടക്കുന്നുണ്ട്. അവിടെ സ്വന്തം മനസ്സിനുള്ളിലുള്ള അനാവശ്യമായ മാലിന്യങ്ങളെ പുറത്തേക്ക് കളയാനുള്ളൊരു മനസ്സവിടെ രൂപപ്പെടുന്നു ഈ ഒരു പ്രക്രിയയിലൂടെ. 1 മണിക്കൂർ നേരം നാം ചെലവഴിക്കാൻ പോകുന്ന ആ കൊച്ചു സ്ഥലത്തുള്ള മാലിന്യങ്ങൾ പെറുക്കിക്കളയുന്ന പ്രക്രിയയിലൂടെ മനസ്സ് രൂപപ്പെടുന്നത് മനസ്സിനുള്ളിലെ മാലിന്യങ്ങൾ എടുത്ത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. ഇപ്പം വ്യക്തി നിർമ്മാണം എന്ന മഹത്വപൂർണമായൊരു പ്രക്രിയ എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കപ്പെടുന്നത് എന്നത് ശാസ്ത്രീയമായി വിശദീകരിച്ച് തരികയാണ് മുകുന്ദേട്ടൻ. അങ്ങനെ സംഘമെന്ത്, സംഘടന എന്ത്, രാഷ്ട്രമെന്ത്, രാഷ്ട്രബോധമെന്ത്, വ്യക്തിഗതമായി നമ്മുടെ ധർമ്മം എന്ത് എന്നതിനെക്കുറിച്ചൊക്കെ ഉദ്ബോധനങ്ങളിലൂടെ അല്ലാതെ സാമീപ്യത്തിലൂടെ, സമ്പർക്കത്തിലൂടെ, അനുഭവങ്ങളുടെ വിശദീകരണത്തിലൂടെ സംഘകാര്യകർത്താക്കന്മാരെ നിർമ്മിച്ചെടുക്കുന്ന മഹത്വപൂർണമായ പ്രക്രിയയിൽ അഗ്രേസരനായിരുന്നു മുകുന്ദേട്ടൻ എന്നേവർക്കും അറിയാം. അന്ന് സംഘശിബിരത്തിൽ അനൗപചാരികമായി ഇടപഴകാൻ നമ്മുടെ പ്രവർത്തകർക്ക് അവസരങ്ങളുണ്ടാകും. മുതിർന്ന കാര്യകർത്താക്കളുമൊക്കെ ആയിട്ട് ഇടപഴകി ആശയവിനിമയം നടത്താനുള്ള അവസരങ്ങളുണ്ടാവും. അങ്ങനെ ഒരവസരത്തിൽ മുകുന്ദേട്ടൻ ഇരിക്കുന്ന മുറിയിലേക്ക് ചെന്നപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചു, എന്തിനാണ് മുകുന്ദേട്ടൻ നമ്മുടെ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്? 20 ദിവസത്തെ ക്യാമ്പ്, മറ്റ് കാര്യങ്ങൾ, വെറുതെ ഒരു കൗതുകത്തിന്. അപ്പം മുകുന്ദേട്ടൻ ഗണഗീതത്തിലെ 4 വരികൾ ചൊല്ലി. ലോകത്തിൻ ബഹുമാന ബിന്ദുവായി ഭാരതഭൂ പുനരുയരാനായി സംഘം ചേരും കർമ്മവീരരാം നരകേസരികൾ വേണമഹോ. അതാണ് മുകുന്ദേട്ടൻ ചൊല്ലിത്തന്ന ഗീതം. ലോകത്തിൻ്റെ ബഹുമാന ബിന്ദുവായി ഭാരതഭൂ പുനരുയരാനായി. മുകുന്ദേട്ടൻ ആ വരിയൊന്ന് വീണ്ടും ഒന്ന് വിശകലനം ചെയ്ത് പറഞ്ഞു തരികയാണ്. ഭാരതഭൂ പുനരുയരാനായി, പുനരുയരുക, വീണ്ടും ഉയരുക എന്ന് വെച്ചാൽ നമുക്കൊരു ചരിത്രമുണ്ടായിരുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മഹത്വപൂർണമായ ഒരു സ്ഥാനമലങ്കരിച്ച സാഹചര്യം ഭാരതത്തിനുണ്ടായിരുന്നു. ആ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന പ്രയോഗമായിട്ടാണ് പുനരുയരാനായി.
ഇതാരാണ് എഴുതിയത് എന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല, ആർക്കും അറിയില്ല. സംഘഗീതങ്ങൾ ആര് രചിക്കുന്നു? ഇപ്പോൾ സംഘഗീതങ്ങൾ ഒരു പരാമർശ വിഷയവും വിവാദ വിഷയവുമാണ്. പല സ്ഥലം സ്കൂളിലെ കുട്ടികൾ ഗണഗീതം ചൊല്ലി, RSSന്റെ ഗണഗീതം ചൊല്ലി എന്നതാണ് വിഷയം. RSSന്റെ ഗണഗീതം എന്ന് പറഞ്ഞൊരു ഗീതമില്ല. RSSന്റെ ശാഖകളിൽ സംഘ സ്വയം സേവകർ ആലപിക്കുന്ന ഗീതങ്ങളുണ്ട്. അത് ഗണമായി കൂട്ടമായി പാടുമ്പോൾ ഗണഗീതമാകുന്നു. ഇപ്പൊ വിനയരാജൻ മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, മാഷൊരു ഗീതം ചൊല്ലും, അത് വ്യക്തിഗീതമാണ്, വ്യക്തി പാടുന്ന പാട്ടാണ്, കൂട്ടമായി പാടുന്നതല്ല. അപ്പൊ ഈ ഒരു വേർതിരിവേ ഉള്ളൂ, ഗണഗീതം വ്യക്തിഗീതം. പക്ഷെ ഗീതം എന്നുള്ളതൊന്നേ ഉള്ളൂ. ആ ഗീതം ദേശഭക്തി സ്ഫുരിക്കുന്ന വരികളടങ്ങിയ ഗീതങ്ങളായിരിക്കും. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. ഞാനെന്ന വ്യക്തിക്ക് ഈ സമൂഹത്തിൽ എന്തു ചെയ്യാനുണ്ട് എന്നെ ബോധ്യപ്പെടുത്തുന്ന വരികളായിരിക്കും. ഞാൻ ആര് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആശയങ്ങളുടെ ആവിഷ്കാരമായിരിക്കും. അതാണ് സംഘഗീതങ്ങൾ. ആ സംഘഗീതങ്ങൾ പൊതുസമൂഹം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. കാരണം ഇതാണിതാണി പാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ, ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം എന്ന് കൊച്ചുകുട്ടികൾ പാടുമ്പോൾ അതിലെന്താ അപകടം? അവിടെ ബഹളമുണ്ടാകുന്നു, മാധ്യമങ്ങൾ കടന്നു ചെല്ലുന്നു, RSSന്റെ ഗണഗീതം സ്കൂളിൽ ആലപിച്ചു, അന്വേഷണം ആരംഭിക്കുന്നു, അധ്യാപകർ ശിക്ഷാ നടപടിക്ക് വിധേയരാകുന്നു, അല്ലെങ്കിൽ വിധേയരാകുമെന്ന ഭീഷണി പുറപ്പെടുവിക്കുന്നു. എന്തൊക്കെ തമാശകളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. പോട്ടെ, അതിപ്പോൾ നമ്മുടെ വിഷയമല്ല. മുകുന്ദേട്ടനിലേക്ക് തന്നെ വരാം. മുകുന്ദേട്ടൻ ആ നിലയ്ക്ക് സാമൂഹ്യ കാഴ്ചപ്പാട് സംഘടനാ പ്രവർത്തകരിൽ പകർന്നു കൊടുക്കുന്നതിൽ അഗ്രേസരനായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ കാര്യദർശി എന്ന നിലയ്ക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ ആ നിയോഗിക്കപ്പെട്ട കാലത്തെക്കുറിച്ചായിരുന്നില്ല മുകുന്ദേട്ടന്റെ ചിന്തയും ആധിയും. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഈ പാർട്ടിക്ക് കേരളീയ സമൂഹത്തിന് എന്ത് സംഭാവന നൽകാനുണ്ട്, ഈ രാജനൈതിക പ്രസ്ഥാനത്തിന് കേരളീയ സമൂഹത്തിന്റെ ഉന്നമനത്തിനുതകുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, അത് ദശാബ്ദങ്ങൾക്കപ്പുറത്തുമുള്ളതായിരിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു മുകുന്ദേട്ടൻ്റെത്. വർത്തമാനകാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതിനപ്പുറത്ത് നമ്മളില്ലാതിരിക്കുന്ന സന്ദർഭത്തിലും PP മുകുന്ദേട്ടൻ ഇല്ലാത്ത സന്ദർഭത്തിലും ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച ആളായിരുന്നു മുകുന്ദേട്ടൻ. അങ്ങനെയുള്ള പരിശീലനമാണ് മുകുന്ദേട്ടൻ കാര്യകർത്താക്കൾക്ക് നൽകിയത്, വ്യക്തിപരമായും സംഘടനാപരമായും. നമ്മൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന മഹനീയമായ ദർശനങ്ങൾ അത് ശാശ്വതമായി ഇവിടെ പുലർന്നു പോകേണ്ടതുണ്ട്, ശക്തിപ്പെടേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചിന്തയിൽ നിന്നുദിച്ചു വന്ന അദ്ദേഹത്തെ പോലെയുള്ള അനേകം കർമ്മയോഗികളുടെ ചിന്തയിൽ നിന്നുണർന്നു വന്ന കർമ്മ പദ്ധതികളുടെ ഫലമായിട്ടാണ് 1980 രൂപമെടുത്തതിന് ശേഷം 82 നടന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്തതിൻ്റെ പേരിൽ മാത്രം മത്സരിക്കാതിരുന്ന പാർട്ടി 2024 തെരഞ്ഞെടുപ്പിൽ 20% വോട്ടോടുകൂടി കേരളത്തിൽ ഉജ്ജ്വലമായ പ്രസ്ഥാനമായി ഉയർന്നു വന്നത് ആ കാഴ്ചപ്പാടിൻ്റെ ഫലമാണ്. 20% വോട്ടെന്ന് പറയുമ്പോൾ കഷ്ടി 40 ലക്ഷം. 40 ലക്ഷം വോട്ട് നേടുന്ന ഒരു പാർട്ടിക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ആനുപാതിക പ്രാതിനിധ്യ നിയമം പാസ്സാക്കിയെന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ എത്ര MLA കേരളത്തിൽ BJPക്ക് ഉണ്ടാകും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച്? പോൾ ചെയ്തതിൻ്റെ 20% വോട്ടുണ്ടെങ്കിൽ ആകെയുള്ള അംഗങ്ങളുടെ 20% ചുരുങ്ങിയത് വേണ്ടേ? അതെത്രയാണ്? 28 MLA പാർട്ടിക്ക് വേണം. പക്ഷെ ഇല്ല, ഒരാൾ പോലും ഇല്ല. അത് നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്?
ഇപ്പം കഴിഞ്ഞ ദിവസം രസകരമായ ചില വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ് ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. പാർട്ടിയുടെ മണ്ഡലതലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ അമർഷത്തിലാണ്. പലരും രാജിവെക്കാൻ പോവുകയാണ്. എന്താ കാരണം? BJP ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റുമാരെ. അവർ വശം കിട്ടും. ധൂർത്താണ്. ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥിരമായി താമസിക്കുന്നത് തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിലാണ്. ഇപ്പൊ പാർട്ടി ആകെ പ്രശ്നത്തിലാണ്. വാർഡ് തലം മുതൽ എല്ലാവരും അസംതൃപ്തരാണ്. കാരണം പണിയെടുപ്പിക്കുകയാണ്. നോക്കൂ, ഒരാഴ്ച മുമ്പ് എന്തായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ്? ഒരാഴ്ച മുമ്പ് വന്ന ബ്രേക്കിംഗ് ന്യൂസ്, BJP ദുർബലമായി കൊണ്ടിരിക്കുന്നു, ആരും പണിയെടുക്കുന്നില്ല. വാർഡ് പ്രസിഡന്റുമാരൊക്കെ മടിപിടിച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, വാർഡ് സഭകൾ വിളിച്ചു ചേർക്കുക, ഇതൊന്നും നടക്കുന്നില്ല. എന്താ കാരണം? പണിയെടുക്കുന്നില്ല. അപ്പം ഇതെങ്ങനെ പൊരുത്തപ്പെടുക? പണിയെടുക്കാതെ പാർട്ടി ദുർബലമാകുന്നു എന്ന് ബ്രേക്കിംഗ് ന്യൂസ് ഒരാഴ്ച മുമ്പ്. കഠിനമായി പണിയെടുപ്പിച്ചതിൻ്റെ പേരിൽ മണ്ഡലം പ്രസിഡന്റുമാർ രാജിക്കൊരുങ്ങുന്നു എന്ന് ഈ ആഴ്ചത്തെ ബ്രേക്കിംഗ് ന്യൂസ്. എന്തതിശയമേ മാധ്യമപ്രവർത്തനം! എൻ്റെ സഹോദരങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരെ മുമ്പ് തന്നെയാണ് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ മറ്റൊരു കാര്യം എൻ്റെ മനസ്സിൽ വ്യക്തിപരമായി എന്നെ ബാധിച്ചൊരു കാര്യം ഞാൻ പറയാം. ഞാൻ MP ആയി നിർദ്ദേശിക്കപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുകയായിരുന്നു. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തു. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു. മാധ്യമങ്ങളൊക്കെ എന്നെ സമീപിക്കുമ്പോൾ ചോദിക്കുന്നത്, അക്രമരാഷ്ട്രീയത്തിൻ്റെ ഇരയെന്ന നിലയിൽ ദേശവ്യാപകമായി മാഷെ കൊണ്ടു നടക്കാൻ വേണ്ടി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതല്ലേ? എന്തായിരുന്നു മാഷക്ക് നേരെയുണ്ട 3 ദശാബ്ദക്കാലം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല ഇപ്പോൾ. കാരണം നമ്മൾ സമാധാന മാർഗത്തിലേക്ക് നമ്മൾ പദം വെച്ച് തുടങ്ങി. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ത്യാഗം അനുഭവിച്ചതുകൊണ്ടാണ്, ത്യാഗമനുഷ്ഠിച്ചതുകൊണ്ടാണ്, പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അത് നിലനിർത്തേണ്ടത് മറ്റാരേക്കാളും ഞങ്ങളുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം മണിക്കൂറുകൾക്കുള്ളിൽ ബ്രേക്കിംഗ് കാർഡ് ഇറക്കി. നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടാവും. അക്രമരാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല, BJP സംസ്ഥാന നേതൃത്വത്തെ തള്ളി സദാനന്ദൻ മാസ്റ്റർ. അത്ഭുതം! ഇത് കാണുന്ന ഒരാളുടെ മനസ്സിൽ എന്തായിരിക്കും ധാരണ രൂപപ്പെടുക? അപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം, രമേശ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ ചിന്തിക്കുന്നത് കേരളത്തിൽ എങ്ങനെയെങ്കിലും അക്രമ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്ത് വിളവെടുക്കണം എന്നാണ്. സദാനന്ദ മാഷ് MP ആയതോടുകൂടി ഇയാൾ വേണ്ടാത്ത ഒരു വർത്തമാനം പറഞ്ഞ് അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് സദാനന്ദ മാഷ്. സംസ്ഥാന നേതൃത്വം അക്രമ രാഷ്ട്രീയം വേണമെന്ന് താല്പര്യപ്പെടുന്നവരാണ്. സ്നേഹമുള്ളവരെ, എന്താ നമ്മളിതിന് മറുപടി പറയാം? രാജീവ് ചന്ദ്രശേഖർജി എന്നെ വിളിച്ചപ്പോൾ എന്നെ അദ്ദേഹം അഭിനന്ദിച്ച കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. മാഷ് മാധ്യമങ്ങളോട് പറഞ്ഞ ആ കാര്യം അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് സമയം പാഴാക്കേണ്ടതില്ല. വികസിത കേരളത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആ രാജീവ് ചന്ദ്രശേഖർജിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പറയാണ്, സദാനന്ദ മാഷ് രാജീവ് ചന്ദ്രശേഖരനെ തള്ളി, അക്രമ രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ കഥ? അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം. സംസ്ഥാന ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്, മുഴുവൻ സമയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാശ് പോലും പാർട്ടി ആഫീസിൽ നിന്നല്ല കൊടുക്കുന്നത്. നമുക്ക് എത്ര പേർക്കറിയാം? അദ്ദേഹത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ പ്രഭാരി ചുമതലയുണ്ടായിരുന്നു. ആ സമയത്ത് പോലും യാത്രയുടെ പോലും ചെലവിൻ്റെ ഒരു 5 പൈസ പോലും പാർട്ടിയിൽ നിന്ന് സ്വീകരിക്കാതെ സ്വന്തമായി ഉണ്ടാക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന പാർട്ടിയുടെ കാര്യകർത്താക്കൾ ഓരോരുത്തരും അവരവർ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരംശം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നത്.
ഇത് മൂടി വെച്ചുകൊണ്ട് വൃഥാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. പാർട്ടി ഉത്തരോത്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടി സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയതാണ്. ഇപ്പം എനിക്കറിയാം, ഡൽഹിയിൽ രാജ്യസഭാംഗം എന്ന നിലയ്ക്ക് ജീവിച്ചൊരു 1.5 മാസക്കാലത്തെ അനുഭവം. അതിനു മുമ്പും പാർട്ടിയുടെ ഭാഗം തന്നെയാണല്ലോ ഞാനും. ഇത്രയും വ്യവസ്ഥാപിതമായി ശാസ്ത്രശുദ്ധമായ ശൈലിയോടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പാർലമെൻറ്റിലെ MP-മാർ, രാജ്യസഭാ MP-മാരും ലോക്സഭാ MP-മാരും ഉൾപ്പെടുന്ന സമൂഹത്തിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിച്ച്, മാധ്യമങ്ങൾ ദയവീത് സഹോദരങ്ങൾ ഡൽഹിയിൽ പാർട്ടിക്ക് ഗ്രൂപ്പുണ്ടെന്ന് എഴുതിയേക്കല്ലേ, ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ, ഒരു 20, 22, 24 പേര് വീതമുള്ള MP-മാർ ഓരോ ഗ്രൂപ്പായിട്ട് തിരിയും. ആ ഗ്രൂപ്പിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും, 2 or 3 സഹമന്ത്രിമാരുണ്ടാകും. നമുക്കൊരു 10-24 MP-മാർക്ക് അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ട, നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട, സംസ്ഥാനവുമായി ബന്ധപ്പെട്ട, സേവന മേഖലയുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസ പല മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്രമന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു മീറ്റിംഗാണത്. നോക്കൂ, ഭാരതത്തിൽ മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അടുക്കളയിൽ വെച്ചൊരു ക്യാബിനറ്റ് യോഗം ചേരും, അതങ്ങ് പ്രഖ്യാപിക്കും. അങ്ങനെയായിരുന്നു. ശൈലി മാറുകയാണ്, രീതികൾ മാറുകയാണ്, സമീപനം മാറുകയാണ്, രാഷ്ട്രീയം മാറുകയാണ്. ഈ മാറ്റത്തിനനുസരിച്ച് പാർട്ടി സംഘടന ശക്തിപ്പെടുത്തുന്ന പരിശ്രമത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി. കേരളത്തിലും അത് തന്നെയാണ്. അതിപ്പോൾ ഒരു ഇന്നലെ ഉണ്ടായ പ്രതിഭാസമൊന്നുമല്ല. ആരംഭകാലം മുതൽ ദൈനംദിനം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിലൂടെ ജനകീയാംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഞാൻ ഇതെല്ലാം സൂചിപ്പിച്ചത് മുകുന്ദേട്ടനെ അനുസ്മരിച്ച സന്ദർഭത്തിൽ ഇതൊക്കെ ഓർമ്മ വന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചിരുന്ന ആളാണ്. ചെറിയ 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 കാര്യം. ഇപ്പം രമേശി പറഞ്ഞില്ലേ, കള്ളം പറയാൻ മുകുന്ദേട്ടൻ്റെ അടുത്ത്, കള്ളം പറയുന്നതിൽ അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പോലും പരാജയപ്പെട്ടത് മുകുന്ദേട്ടൻ്റെ മുമ്പിലാണ്. കഴിയില്ല, സത്യത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയില്ല. ആ ഒരു ഇച്ഛാശക്തിയും ധാർമ്മിക ശേഷിയും പ്രാപ്തിയും പ്രിയപ്പെട്ട മുകുന്ദേട്ടനുണ്ടായിരുന്നു. ആ മുകുന്ദേട്ടനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ട വത്സൻജി ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒറ്റ കാര്യം മാത്രം, ഇങ്ങനെയുള്ള മഹാമനീഷികൾ സഞ്ചരിച്ച വഴിയിലൂടെ നാം സഞ്ചരിക്കുകയാണ്. ഇവരൊക്കെ കാണിച്ചു തന്ന ചില ശീലങ്ങളും ശൈലികളും ഒക്കെ നമ്മുടെ കരുത്തായി ഉണ്ട്. അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് സംഘടനാ വിധേയത്വം ഒരു കാര്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. സംഘടനയോടുള്ള വിധേയത്വം അത് അടിമത്തമല്ല, അടിമകളെപ്പോലെ പണിയെടുക്കാൻ വേണ്ടിയല്ല. അത് സംഘടനയുടെ വിജയത്തിനു വേണ്ടിയുള്ള സമർപ്പിതമായ പ്രവർത്തനമാണ്. ആ സമർപ്പിതമായ പ്രവർത്തനത്തെ അടിമ പ്രവർത്തനം എന്നൊക്കെ വിശേഷിപ്പിച്ച് എൻ്റെ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കൾ അതിനെ അവഹേളിച്ച് കളയരുത് എന്നൊരപേക്ഷയുണ്ട്. മുകുന്ദേട്ടൻ്റെ ആത്മാവിനെ സ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ അതുകൂടെ പറയാതെ പൂർണ്ണമാവില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓരോ ഘട്ടത്തിലും ഇപ്പം മുകുന്ദേട്ടൻ, ഞാൻ ഒരുപാട് ഓർമ്മകളുണ്ട്, അതൊന്നും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. സംഘപ്രാർത്ഥനയെക്കുറിച്ച് വളരെ മനോഹരമായി മുകുന്ദേട്ടൻ പറയാറുണ്ട്. ദീൻദയാൽജിയെക്കുറിച്ച് മുകുന്ദേട്ടൻ പറയാറുണ്ട്. ദീൻദയാൽജി ഒരു ഗ്രാമത്തിൽ രാത്രികാലത്ത് എത്തിപ്പെട്ട സന്ദർഭത്തിൽ ഒരു വീട്ടിൽ രാത്രി ഭക്ഷണം പ്രതീക്ഷിച്ച് ദീൻദയാൽജിയും സഹപ്രവർത്തകരും അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ നേരിയ വെളിച്ചത്തിൽ വീട്ടുകാരൻ പുറത്ത് ചൂടി കൊണ്ട് കയറ് കൊണ്ടുണ്ടാക്കി കട്ടിലിരിക്കുകയാണ്. ഇപ്പം 2-3 പേര് കയറി ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും വേണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പോൾ ഒന്നുമില്ല അവിടെ. ആ ഗൃഹനാഥൻ നിസ്സഹായനായി അകത്തേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെ വിളിച്ചു. അവർ ഈ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ചെറിയ പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളവും ഒരു ചെറിയ കഷ്ണം ശർക്കരയുമായിട്ട് പുറത്തേക്ക് വന്നു. ദീൻദയാൽജിക്കും സഹപ്രവർത്തകർക്കും നൽകി. ആ ഒരു അനുഭവമാണ് ദീൻദയാൽജിയെ പോലെയുള്ളവരെ രൂപപ്പെടുത്തിയത്. കാരണം ഭാരതത്തിൻ്റെ പതിതാവസ്ഥ എത്രത്തോളമുണ്ട് എന്ന് ബോധ്യപ്പെട്ടൊരു സന്ദർഭമായിരുന്നു ഇത്. മുകുന്ദേട്ടനിലൂടെ കേൾക്കാൻ കഴിഞ്ഞൊരു സംഭവമാണ്.
അപ്പം ഈ നിലയ്ക്ക് പ്രവർത്തകരെ ഉദ്ദീപിപ്പിക്കാൻ, പ്രചോദിപ്പിക്കാൻ, അവരുടെ മനസ്സിൽ ആശയത്തിൻ്റെ ഉജ്ജ്വലമായ പ്രപഞ്ചം സൃഷ്ടിക്കാൻ സാധിച്ചിരുന്ന ഒരു മഹാമനീഷിയാണ് പി മുകുന്ദേട്ടൻ. ആ മുകുന്ദേട്ടൻ്റെ പവിത്രമായ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ച് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും അനുബന്ധ പ്രസ്ഥാനങ്ങളും സമൂഹത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾ, അതൊക്കെ മുകുന്ദേട്ടനെ പോലെ, പരമേശ്വർജിയെ പോലെ, ഹരിയേട്ടനെ പോലെ, മാധവജിയെ പോലെ, വേണുവേട്ടനെ പോലെ അനേകം ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മോഹനം വർഷമൊക്കെ ഇരിക്കുകയാണ്. ഏത് കാലത്താണ് അവരൊക്കെ ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വന്നത്? ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച് അംഗീകാരങ്ങൾ നമ്മളെ തേടി വരികയാണ്. ആ അംഗീകാരങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ വിജയത്തിനു വേണ്ടി വിനിയോഗിക്കാൻ മുകുന്ദേട്ടൻ്റെ സ്മരണ നമുക്ക് കരുത്തു പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്.